ഗോപികയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വർക്കായി തോന്നിയത് വളരെ സ്ട്രീറ്റ് ഫോർവേഡാണ്. ലൈക്ക് ഓൺ ദ ഫേസ് വെരി സിൻസിയർ എന്ന് വെച്ചാൽ എന്റെ പോലെയല്ല. ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റാ. ഞാൻ അങ്ങനെ ആൾക്കാരെ വേദനിപ്പിക്കില്ല. എനിക്കിപ്പോ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെങ്കിൽ അത് വേദനിപ്പിക്കാതെ പറയാറിയാം, കാര്യം ഞാൻ പറയും. പക്ഷെ ഞാൻ അതിനെ ഭംഗിയായിട്ട് എനിക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയാം. ഈ ഗോപിക അങ്ങനെയല്ല, വെട്ടൊന്ന് മുറി രണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇറ്റ്സ് ഈസിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതും ഡിഫിക്കൽട്ട് ആണെന്നല്ല, പക്ഷെ യു വിൽ ഹാവ് ടു യൂസ് യുവർ ബ്രെയിൻ എ ലിറ്റിൽ മോർ. മറ്റേതാകുമ്പോൾ അവർ ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇത് അങ്ങനെയില്ല. ഇത് കൃത്യമായിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഒരാളെ കിട്ടിയപ്പോൾ ഐ ഫെൽ ദറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നി. അങ്ങനെയാണ്. പിന്നെ വി ടുക്ക് ടൈം. ഇപ്പൊ നിങ്ങളോടൊന്നും പറയാതിരുന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ ഉറപ്പാവണ്ടേ ഇത് നടക്കുന്ന. രണ്ടുപേരും സെലിബ്രിറ്റീസും ആയതുകൊണ്ടേ ഒരു കല്യാണം മീഡിയയിലേക്ക് എത്തിക്കേണ്ട ഏറ്റവും എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും ഗ്രേസ്ഫുൾ മാനർ അതായിരുന്നു. എസ്പെഷ്യലി എല്ലാ 6 മാസം കൂടുമ്പോഴും പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരാളാണ് മീഡിയ. ഞാനൊരു പരസ്യം ചെയ്താൽ, ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്താൽ, ഞാൻ ചുമ്മാ ഒരു കറങ്ങാൻ പോയാലൊക്കെ എൻ്റെ, അല്ലെങ്കിൽ ഒരു വെഡിങ് വെയറിന്റെ പരസ്യം ചെയ്താൽ പോലും എന്ത് തുടങ്ങിയതാ. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ട് തന്നെ ഇതിന് ആൾക്കാർ പറഞ്ഞ് വിശ്വസിക്കുകയും കൂടി ചെയ്യണം എന്നുകൊണ്ട് പേരൻസിനെ കല്യാണം കഴിച്ചു.